Keep pressing the brakes. Brake. Yeah. Slow. അടിപൊളി. അത് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ക്രെയിനിൽ ഒരു ഹാരിയർ EVന്റെ ചേസിസ് അവിടെ കെട്ടി തൂക്കിയേക്കണം. അതുമ്മല് വേറൊരു ഹാരിയറിനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതായത് ടാറ്റ ഹാരിയർ EVന്റെ ചേസിസ് എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടാറ്റ ചെയ്തേക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ്. ടാറ്റ ഹാരിയറിൻ്റെ എക്സ്പീരിയൻസ് ഡ്രൈവിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, നമ്മൾ പല ഒബ്സ്റ്റക്കിൾസും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബാക്കിൽ കാണാൻ പറ്റുമല്ലോ, പല സ്ഥലത്തും വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്, ചിലർ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഉണ്ട്, അത് ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഹാരിയർ .EVയുടെ എക്സ്പീരിയൻസ് ഡ്രൈവാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഡ്രൈവ് എക്സ്പീരിയൻസിലേക്ക് പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഒന്ന്, പ്രൈസ് പറഞ്ഞിട്ടുണ്ട് 21 ലക്ഷം രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഏറെക്കുറെ 500 കിലോമീറ്റർ റേഞ്ചാണ് ഇതിന് കമ്പനി പറയുന്നത് എന്നുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി മിസ്സായ കാര്യങ്ങൾ ഞാൻ അകത്തുനിന്നാണ് മിസ്സായത്, അത് ഞാൻ കാണിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ്. അത് നമുക്ക് നേരത്തെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്യാം. ഇത് ഇങ്ങനെയല്ല ശരിക്കും ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഒരു കളർ ഇതൊക്കെ വരുന്നുണ്ടല്ലേ, അങ്ങനെയാണ് വരിക. ആ ഒരു ഗ്രീൻ ടച്ചിലാണ് കൊടുത്തേക്കുന്നത്. ടെയിൽ കളർ അങ്ങനെ എന്തോണ്ട് ഇതിൻ്റെ പേര്. അത്യാവശ്യം റീഡബിൾ ആണ്. ആ ഒരു ഗ്രീൻ സാധനം നല്ല രസമുണ്ട്. അതിനകത്ത് റേഞ്ച് ഇനി 472 കാണിക്കുന്നുണ്ട്, റെഡി കാണിക്കുന്നു, ടയർ പ്രഷർ കാണിക്കുന്നുണ്ട്, അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ അഡാസ് എക്സ്പീരിയൻസ് ഒന്ന് കാണിക്കട്ടോ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അതിനകത്ത് ആദ്യം കാണിക്കേണ്ട കാര്യം ക്യാമറ വ്യൂ ആണ്. അതിനകത്ത് 3D വ്യൂ ഉണ്ട്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി കിട്ടും. ഇതിനകത്തൊരു 540 ഡിഗ്രി വ്യൂ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതും അതിൻ്റെ പെർപ്പസ് എന്താണെന്നുള്ളതും ഞാൻ ഡ്രൈവിനിടയിൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനിടയിൽ കാണിക്കാം. ഇനി വേറൊരു കാര്യമാണ് റിയർ വ്യൂ ക്യാമറ. ആക്ച്വലി ഇതൊരു ക്യാമറയാണ്, റിയർ വ്യൂ മിറർ അല്ല. ബാക്കിലൊരു ക്യാമറയുണ്ട്, ആ ക്യാമറ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്തത്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസിൽ എത്ര സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലും നമുക്ക് റിയർ വ്യൂ കിട്ടും എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് SD കാർഡ് ഇല്ലാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യാം. അതുകൊണ്ട് ബാക്കിലത്തെ ഒരു ഡാഷ് ക്യാമറയുടെ ആവശ്യവും നമുക്കില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഭാഗം ടച്ച് പാഡ്, ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ ഓഫ് റോഡ് ആക്സസ് മോഡിൻ്റെ ബട്ടൺ, ഫാൻ്റെ കൺട്രോൾ ഇങ്ങനെയാണ് വരുന്നത്, ടെമ്പറേച്ചർ കൺട്രോൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് കീ. ഈ കീക്കകത്ത് നേരത്തെ കാണിച്ചാണ്. അതിനകത്ത് P എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കിത് പാർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം അതും ഞാൻ കാണിക്കാം. അതായത് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഓട്ടോ പാർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോയാലോ? ഓഫ് റോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇവർ ഇതിൻ്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുറച്ച് സ്റ്റണ്ട് പരിപാടികളൊക്കെ കാണിച്ചിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് സാധാരണഗതിയിൽ വണ്ടി കൊണ്ട് റിവേഴ്സ് എടുക്കുന്നതും ഓടുക്കുന്നതും, പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ റീൽസിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ക്ലോത്ത് പുള്ളിങ് ഉണ്ടല്ലോ, അതായത് ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ നിന്ന് ആ ക്ലോത്ത് വലിച്ചുകൊണ്ടാണ് ആ സംഭവം ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ മിലിറ്ററി ടാങ്കും ഇവർ വലിച്ചു കൊണ്ടുപോകണേ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഷോക്കേസ് ചെയ്യണമില്ല, അത് ഞാനിതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. മിലിറ്ററി ടാങ്ക് വലിക്കണേ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ആ കയറേ ഇങ്ങനെ സിഗ്സാഗ് പോലെ ഇട്ടേക്കണം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ആ കയറിങ്ങനെ വലിയണ അത്രയും ആ വണ്ടിക്ക് സ്പീഡായിട്ട് പോകാൻ പറ്റും. അതാ വണ്ടി വന്നു പുള്ളിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. കൊള്ളാം, എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. നമ്മളാദ്യമായിട്ടാണ് ഇത് ലൈവായിട്ട് കാണുന്നത്, വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളെ മുന്നിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഡ്രൈവ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇൻവോൾവ് വണ്ണിനെ കുറിച്ച് ഒന്ന് പറയാം. കാരണം നമ്മൾ ഈ മാസത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാർ ഫ്രാഗ്രൻ്റ് ആണ്. ഇന്നലെ എനിക്കൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചു. അദ്ദേഹം ന്യൂസിലാൻഡിലോ സ്വിറ്റ്സർലാൻഡിലോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ വരുന്ന സമയത്ത് 5 6 ഒക്കെ കൊണ്ടുപോകും. അതുപോലെ അവരുടെ ഫ്രണ്ട്സും കൊണ്ടുപോകും. അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. അങ്ങനെ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് വണ്ണ്. വാങ്ങാത്ത ആൾക്കാരൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ടിഷ്യൂവിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. വാങ്ങാത്ത ആൾക്കാർ അതും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ കപ്പ് ഹോൾഡർ ടിഷ്യൂ, കപ്പ് ഹോൾഡറിൽ വെക്കാൻ പറ്റുന്ന സൈസിലുള്ള നമ്മളെ പുതിയ പ്രൊഡക്റ്റ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തു. അവരുടെ ഫീഡ്ബാക്കിനും ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ രണ്ടും ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി കളക്ട് ചെയ്തിട്ടോ. അവർ വെറുതെ സാമ്പിൾ വലിച്ചു നോക്കുന്ന അല്ലല്ല, അതാത് പോകണം. യെസ്. ഓ മൈ ഗോഡ്, യെസ്. സംഭവം സെറ്റായിട്ടാ, കറക്റ്റായിട്ട് സംഭവിച്ചേ. ആ ടേബിളും ഗ്ലാസ്സും ഒക്കെ അവിടെ തരുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, പോണില്ല, കറക്റ്റ് വെച്ചു. കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ആ ഒരു ക്ലോത്ത് ഭയങ്കര മിനുസായിരിക്കണം. പിന്നെ അതുപോലെ വെച്ചേ കറക്റ്റായിരിക്കണം. അതൊക്കെ അവർ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഓക്കെ, അടിപൊളി.
അത് നല്ല ഒരു സംഭവമായിരുന്നു കേട്ടോ. വേറൊരു കാര്യം കൂടി കാണിക്കാട്ടോ, എൻ്റെ ബാക്കിലുള്ളതും ഒരു ചേസിസ് ആണ്. അതിൻ്റെ മുകളിൽ 1.5 ടണ്ണിൻ്റെ ഒരു കണ്ടെയ്നർ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1.10 ഉണ്ടാവുമായിരിക്കും. അടിപൊളിയിലെ ഒരു രക്ഷയില്ല. ശരിക്കും അത് അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഞാൻ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇവിടെ കുറേ ട്രാക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ Harrier.ev എങ്ങനെയുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളെ 540 ക്യാമറ കേട്ടോ. അതായത് ചേസിസ് ഒന്നുമില്ലാതെ ഫുള്ള് അടിഭാഗം നമുക്ക് കാണാൻ പറ്റും. അത് ഓരോ ആംഗിളൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മളെ വണ്ടീൻ്റെ ഒരു ഇൻവിസിബിൾ ലുക്കാണ് നമുക്ക് കിട്ടുക. മൂവ് ചെയ്യണം നോക്കിയാൽ. അത് ശരിക്കും ഓഫ് റോഡിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം അടിയിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആകുന്നത് ആ ഒരു സംഭവം കയറാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഉണ്ടോ ആ വണ്ടി വരുന്നത്, അത് അടിപൊളി സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്കൊരു ആർട്ടിക്കുലേഷൻ പോലത്തെ ഒരു ക്യാമൽ ക്ലൈംബ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതൊന്നും അത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ. ബാക്കിയൊന്നും എക്സൈറ്റഡ് അല്ല എന്നല്ല, അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. Harrier.ev എത്രമാത്രം എഫേർട്ട്ലെസ് ആണ്, എത്രമാത്രം കേപ്പബിൾ ആണ് എന്നുള്ളതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കയറാൻ പോകുന്ന ഒരു റോക്ക് പിറ്റാണ്. അതായത് നിറയെ കല്ലുകളുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡ് പോലത്തെ സംഭവം. ഇവിടെ ഞാനൊരു മോഡ് ഇനാബിൾ ചെയ്തിട്ടുണ്ട്, ഒരു ഓഫ് റോഡ് മോഡ് ആക്സസ് പോലത്തെ സംഭവം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. 7 km/h വേഗതയിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഓഫ് റോഡിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഇത് 6-ൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6-ൻ്റെ അപ്പുറത്തേക്ക് ഇത് പോകില്ല. അപ്പോൾ ആ ഒരു സ്പീഡിൽ കറക്റ്റ് ബാലൻസ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൈവേയിൽ ഒന്ന് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. മാക്സിമം 7 വരെ പോവുക. ഹൈവേയിൽ വലിയ പർപ്പസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി അല്ലേ, നമുക്കൊരു ആക്സലറേഷൻ ഒന്നും കൊടുക്കേണ്ട, സ്പീഡിന് നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ദാറ്റ്സ് നൈസ്. ഈ സംഭവം വളരെ സിമ്പിളായിട്ട് കയറിപ്പോയി, വലിയ പ്രശ്നമൊന്നുമില്ല. ഭയങ്കരമായിട്ട് ആർട്ടിക്കുലേഷൻ ഒന്നുമില്ല. ബട്ട് ഒരു കല്ല് കയറിയതിൻ്റെ ഫീലൊന്നും വണ്ടിക്കകത്തേക്ക് വന്നില്ല. നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. വണ്ടി വല്ലാണ്ട് ഇളകുകയോ ഒന്നും ചെയ്തിട്ടില്ല. എഫേർട്ട്ലെസ് ആണ്. സംഭവം സിമ്പിളായിട്ട് കയറിപ്പോയി. നെക്സ്റ്റ് ഇനി കയറാൻ പോകുന്നത് ആക്സൽ ടെസ്റ്ററിലേക്കാണ്. ഒരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും. അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ 25.6 ആണ്. ഡിപ്പാർച്ചറിലേക്ക് വരുന്ന സമയത്ത് 26.2 ആണ് വരുന്നത്. സോ അതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ വെഹിക്കിളിൻ്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇതൊരു ഓൾ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഏത് വീലാണോ പണിയെടുക്കുന്നത് ആ വീലിലേക്ക് കൂടുതൽ പവർ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ വീല് കയറുമ്പം ഏത് വീലാണോ ഫ്രീ ആവുന്നത് ആ വീലിൻ്റെ പവർ കട്ട് ചെയ്തിട്ട് അടുത്ത വീലിലേക്ക് ഇത് പോകും. യെസ്, ഇവിടെയും നമ്മൾ മറ്റേ മോഡ് സെറ്റ് ചെയ്തേക്കണേ. യെസ്, സംഭവം ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വന്ന് വീഴുന്നുണ്ടല്ലോ ആ സമയത്ത് സസ്പെൻഷൻ കുറച്ചും കൂടി നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ഒരു ഫ്ലോ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ചെറിയ സ്റ്റെപ്പ് കയറലാണ്, പക്ഷെ വലിയ സ്റ്റെപ്പ് കയറാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റിംഗ്. യെസ്, പ്രശ്നമൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ ഉണ്ടോ താഴെ കാണാൻ നമുക്ക് നമ്മുടെ ക്യാമറേൻ്റെ സഹായം എടുക്കാം. വീല് കറക്റ്റ് അലൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കയറാൻ പോകുന്ന ഒരു സാൻഡിലേക്കാണ്. ജസ്റ്റ് ഒരു ഡിഫറെൻറ്റ് മോഡ് ട്രൈ ചെയ്യാണ്. അപ്പോൾ സാൻഡ് മോഡിൽ കിട്ടും ഒന്നുമില്ല. സാധാരണ ഗതിയിൽ ടെറൈൻ ചേഞ്ച് ചെയ്ത് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്നു. അവിടെ എത്ര സ്പീഡിൽ വേണമെങ്കിലും കൊടുക്കാം, നോ പ്രോബ്ലം. ഞാൻ ജസ്റ്റ് ഒന്ന് ചാടിച്ചിട്ടുണ്ട്. അയാൾ അടിപൊളിയെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ആ ഒരു കയറ്റം ക്ലൈംബ് ചെയ്യാൻ പോവുകയാണ്. മഡ് ആൻഡ് റട്ട്സ് എന്ന് പറയുന്ന ഒരു മോഡിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒറ്റ ആക്സലറേഷനിൽ കയറിപ്പോണം. ആ ഒരു ടോർക്കിൻ്റെ ഒരു ബെനിഫിറ്റാണ് നമ്മൾ ശരിക്കും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ കയറി നോക്കാം കേട്ടോ. കുറേ ആൾക്കാർ റിവേഴ്സ് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആ കയറ്റം കയറി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്കിൽ ഇറങ്ങുക കേട്ടോ. അതായത് സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ ഹിൽ ഹോൾഡാണ് ടെസ്റ്റ് ചെയ്യൽ. ഹിൽ ഹോൾഡ് ടെസ്റ്റ് ചെയ്യാൻ വേറൊരു അവസരമുണ്ട്. അതുകൊണ്ട് നമ്മളിതാ ബ്രേക്കിൽ മാനുവലി ഒരു കയറ്റം ഇറങ്ങാൻ പോവാണ്. ഇറക്കം, കയറ്റമല്ല ഇറക്കം. യെസ്, അടിപൊളി. അത് വിളിച്ചു, അത് നൈസ് എക്സ്പീരിയൻസ് ആട്ടാ. ബ്രേക്കിൽ ഇറങ്ങൽ അധികം നമ്മളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. മീൻസ് റിയൽ ലൈഫിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് കുറച്ചും കൂടി ഇത് കൂടുതലാണ്. 35 ഡിഗ്രിയാണ് ഇപ്പോൾ നമ്മൾ കയറിയത്. 35 ഡിഗ്രി ഇൻക്ലൈൻ, അതുപോലെ തന്നെ 35 ഡിഗ്രി ഡിക്ലൈൻ. ഇനിയാണ് സെക്കൻഡ് ത്രില്ലസ്റ്റ്, ക്യാമൽ ഹബ്. അതായത് ഇങ്ങനെയുള്ള ഹമ്പില്ല, ഒരു സീസോ ഒക്കെ ഉണ്ട്. ആദ്യം നമ്മൾ സീസോയിൽ കയറിയിട്ടാണ് ഇതിലേക്ക് എൻ്റർ ആവുന്നത്. അതെങ്ങനെയുണ്ട് നോക്കാം.
അപ്പോൾ സംഭവം ഒരു 80% ഒക്കെ എത്തിയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ഇത് താവും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഹമ്പിലേക്കുള്ള ആക്സസ് വരിക. Slowly, slowly. Yes. Go. Little to the left. Go. 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 2 feet. Around 2 feet. Go. 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 Yes. One more feet. One more feet. We are still in the back. One more feet. Go. 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 Hold the brake. Yes. Okay. Now we go front. Slowly. Slowly. Yeah. സംഭവം അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ പറ്റി. ഇതിൽ കണ്ട സമയത്ത് ഞാൻ ഏറ്റവും എൻഡിലെത്തിയെന്ന്, പക്ഷേ എൻഡിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല അനുഭവം കേട്ടോ. ബ്ലൈൻഡ് ആയിരുന്നു, നമ്മൾ ഓൺലി ക്യാമറയുടെ ഹെൽപ്പ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വലിയ യെസ് കണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശരിക്കും ഈ ക്യാമറൻ്റെ ഹെൽപ്പ് ആവശ്യം വരുന്നത് കേട്ടോ. നോക്കി നമുക്ക് ഫുൾ ബ്ലൈൻഡാണ്, പക്ഷേ ക്യാമറ വ്യൂവിൽ നമുക്ക് കറക്റ്റ് ഫ്രണ്ടിലേക്ക് കിട്ടും. അവിടെയാണ് ആ ക്യാമറൻ്റെ ആവശ്യം ശരിക്കും ഓഫ് റോഡിൽ വരുന്നത്. അത് അടിപൊളി സംഭവം അല്ലേ. ഇപ്പം നമുക്ക് ശരിക്കും കാണാം, നമ്മൾ മറ്റേത് നമുക്ക് കാണൂല. നമ്മളിങ്ങനെ എയറിൽ നിൽക്കല്ലോ. ഓക്കെ കേട്ടോ, കറക്റ്റ് അടിപൊളി നൈസ് പ്രാക്ടിക്കൽ വണ്ണാണ് ആ ഒരു ക്യാമറ സംഭവം. ഇനി അടുത്തത് ആ ചെളിയിൽ ഇറങ്ങിയിട്ടുള്ള കലാപരിപാടിയാണ്. എങ്ങനെയുണ്ട് നോക്കാം. ചെളിയിലേക്ക് പോകുമ്പോൾ ഒരു മോഡറേറ്റ് സ്പീഡിൽ ഇങ്ങനെ മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോയാൽ ഇത് കയറും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു റിയർ വ്യൂ ക്യാമറ ഉണ്ടാവും, മറ്റേ ഒരു വണ്ടി മുകളിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അത് യെസ് നമ്മൾ പോകട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. യെസ് യെസ് നമ്മളൊറ്റടിക്ക് കയറി. പക്ഷെ നോക്കി ചെളിയൊക്കെ തെറിച്ചു നോക്കി. അങ്ങനെ നമ്മളെ ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ആദ്യം സ്റ്റെപ്പ് കയറണം, പിന്നെ ഇറങ്ങണം, എല്ലാം മാനുവലിയാണ് ചെയ്യുന്നത്. അടിപൊളി കയറി തുടങ്ങിയിട്ടാ. സ്റ്റെപ്പ് ശരിക്കും ഇതിൽ നോക്കിയൊക്കെ കാണാൻ പറ്റും. സംഭവം എഫേർട്ട്ലെസ് ആണ്. നല്ല സസ്പെൻഷനും ഒക്കെ ആ ഒരു ഫീലൊക്കെ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ഒറ്റ കഴിവിൽ നമുക്ക് കിട്ടിയിട്ടാ. ഇനി നമ്മൾ റിവേഴ്സ് ഇറക്കേണ്ടി വരും. Little bit reverse. Bas, that's it. Now little bit towards your right. Yeah. Go straight a little bit. Slowly. More. More. No. Towards left. Left. Full left. Yeah. Slowly. Keep pressing the brakes. Yes. Yeah. Slow. അടിപൊളി. അത് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതെനിക്കിഷ്ടമായി. കാരണം ചില ബ്ലൈൻഡാണ്, ഫുള്ളി ബ്ലൈൻഡാണ്. ഇൻസ്ട്രക്ടേഴ്സ് പറയുന്നത് വെച്ച് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും കുറച്ചൊരു അഡ്രിനാലിൻ പമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി. അപ്പോൾ ഇതാണ് ഓഫ് റോഡ് എക്സ്പീരിയൻസ്. അപ്പം ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം. അതിന് ഞാനൊന്ന് ആദ്യം പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങാം. സോ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കുകയാണ്. കേപ്പബിൾ ആണ്, അതായത് എഫേർട്ട്ലെസ്ലി കേപ്പബിൾ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചില ഡിപ്പാർച്ചർ ആംഗിളും അപ്രോച്ച് ആംഗിളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ആണ്. കുറച്ചുകൂടി കൂടുതലാവായിരുന്നു എന്നൊരു എക്സ്പേർട്ട് ഒപ്പീനിയനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ഫേസ് ചെയ്യാവുന്ന ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കവർ ചെയ്യാൻ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നല്ല റിജിഡാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ആ ഇനീഷ്യൽ ത്രോട്ടിലൊക്കെ നല്ല നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ള ഒരു വണ്ടി നമ്മൾ ത്രോട്ട് കൊടുക്കുന്ന ഫീൽ ഉണ്ട്. രണ്ടാമത്തെ കാര്യം റിയർ വീൽ ഡ്രൈവ്, അതായത് മീൻസ് ഓൾ വീൽ ഡ്രൈവ്, അതും ഭയങ്കര നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. കാരണം ഇത്രയും വെയിറ്റുള്ള വണ്ടീനെ അത് കൂളായിട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കവർ ചെയ്യുന്ന സമയത്തും കുറച്ചുകൂടി ഒരു കൂൾ ഫീൽ തരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് മൈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അബൌട്ട് Harrier.ev, ടാറ്റ.evയുടെ ഏറ്റവും പുതിയ Harrier.ev എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഞാൻ ഇതിനകത്തുള്ള ഓട്ടോ പാർക്കിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പാർക്കിംഗ് ഫൈൻഡ് ചെയ്യണം. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇതിനകത്തിരുന്നിട്ട് പാർക്ക് ചെയ്യാം, 2 നമുക്ക് കീ ഉപയോഗിച്ചും പാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് വണ്ടിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പാർക്കിംഗ് സ്പേസ് ഫൈൻഡ് ചെയ്യണം. ആദ്യം നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യാം. നമുക്കിങ്ങനെ മാനുവലി സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ ഇവിടെ പാർക്ക് ചെയ്യേണ്ടതൊക്കെ നോക്കിയാൽ. നമ്മളിതിന് മുമ്പ് ചില വണ്ടിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ കറക്റ്റ് പൊസിഷൻ സെറ്റ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി എളുപ്പമാണ് ഇങ്ങനെ ടച്ച് പാഡ് കൊടുത്തുകൊണ്ട് മറ്റേനെ അപേക്ഷിച്ച്. ഓക്കെ, ഞാൻ പീല് നോക്കി കഴിഞ്ഞാൽ ഓട്ടോ പാർക്കിംഗ് ഓർ റിമോട്ട് പാർക്കിംഗ്. ഓട്ടോ പാർക്കിംഗ്. ഓക്കെ,
He is introducing you. So started auto park. അപ്പോൾ ഇനി ഓട്ടോ പാർക്കിംഗ് റെഡി ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് അതിനകത്ത് പാർക്ക് ചെയ്യും. കുറച്ചുകൂടി സിമ്പിളാണ്, സെലക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. ഇനി കീ ഉപയോഗിച്ച് പാർക്ക് ചെയ്യുന്ന രീതി കൂടി ഒന്ന് കാണിക്കാം. വേറൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ പാർക്കിംഗ് സെലക്ഷനൊക്കെ സെയിം തന്നെയാണ്, നേരത്തെ നമ്മൾ കാണിച്ചത് പോലെ തന്നെ. അത് സെലക്ട് ചെയ്തതിന് ശേഷം ആൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇതാ കീ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാം. ആക്റ്റീവായി. യെസ്, മൂവ് ചെയ്ത് നോക്കിയാൽ വീലൊക്കെ ഓട്ടോമാറ്റിക് തന്നെ തിരിഞ്ഞു. കീ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടേയിരിക്കണം. ആരുമില്ല കേട്ടോ. മറ്റേ മ്യൂസിക് ഇടാൻ പറ്റിയ സ്ഥലമല്ലേ. ടെക്നോളജിയാ. ഇതാ പോണു. യെസ്, നേരത്തെ നമ്മൾ ഫൈൻഡ് ചെയ്ത് കൊടുത്ത സെയിം സ്പോട്ടിൽ വന്നിട്ട് യെസ് പാർക്കായി. അപ്പോൾ ഇതാണ് ടാറ്റ Harrier.EVൻ്റെ ഓട്ടോ പാർക്കിംഗ്. ഓട്ടോമാറ്റിക് വാഹനത്തിനകത്തിരുന്ന് പാർക്ക് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു. ഇപ്പോൾ ഇതാ പുറത്ത് നിന്നിട്ട് റിമോട്ട് ഉപയോഗിച്ച് പാർക്ക് ചെയ്യുന്നതും കാണിച്ചു. അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് Harrier.EV. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 2 ഏരിയ കൂടി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇതിൻ്റെ ശരിക്കും ഒരു സ്പീഡ് ട്രാക്ക് ഡ്രൈവ് നമ്മൾ ബുദ്ധ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 170 km/h വേഗതയിൽ ക്രൂസ് ചെയ്തു. മറ്റൊന്നൊരു ഡ്രാഗ് റേസ് നടത്തിയിരുന്നു. ഡ്രാഗ് റേസിൽ നമ്മളെ വണ്ടിയാണ് ജയിച്ചിട്ടുണ്ടായത്. പക്ഷേ ഞാനല്ല ഓടിച്ചത്, ഇൻസ്ട്രക്ടർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ ഓഫ് റോഡിൽ പറഞ്ഞ ആ ഒരു കൺക്ലൂഷനിലേക്ക് തന്നെയാണ്. സസ്പെൻഷൻ നല്ലതാണ്, ഭയങ്കര കേപ്പബിളാണ്, ഈസി ടു യൂസാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, പ്രീമിയം ആണ്. റിയർ വീൽ ഡ്രൈവ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താ പറയുക എഫേർട്ട്ലെസ്ലി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് ഹൈവേയിലാണെങ്കിലും ഓഫ് റോഡിലാണെങ്കിലും എന്നുള്ളതാണ്. സോ ഇതാണ് Harrier.EV. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്ത് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്? ഇപ്പോൾ ഇവിടെ കാണിച്ച സ്റ്റണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് എനിക്കൊന്ന് അറിയണം. ഇനി ഇതിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോയും റേഞ്ച് എക്സ്പീരിയൻസ് വീഡിയോയും, അതായത് എത്ര റേഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ള റിയൽ ടെസ്റ്റിങ്ങും നമുക്ക് നാട്ടിൽ വണ്ടി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്തും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.